സംസ്ഥാനത്ത് എംപോക്സ് സമ്പർക്ക പട്ടികയിൽ 23 പേർ. രോഗം സ്ഥിരീകരിച്ച മലപ്പുറം സ്വദേശിയുടെ ആരോഗ്യനില തൃപ്തികരം. മലപ്പുറത്ത് 7 പേർക്ക് നിപ്പ രോഗലക്ഷണം. 37 സാമ്പിളുകൾ നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി. ബംഗളൂരുവിൽ സ്വകാര്യ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ ശ്വാസം മുട്ടി മലയാളി യുവാവ് മരിച്ചു. പുനലൂർ സ്വദേശി സുജയ് പണിക്കരുടെ മരണം ന്യൂമോണിയ ബാധിച്ച് ICUവിൽ ചികിത്സയിലിരിക്കെ. തീപിടുത്തമുണ്ടായത് മാതിക്കരയിലെ MS രാമയ്യ മെഡിക്കൽ കോളേജിൽ. അമിത ജോലിഭാരം മൂലം കുഴഞ്ഞു വീണ് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ. തൊഴിൽ ചൂഷണം ആരോപിക്കപ്പെട്ട കമ്പനിക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്ദിലജെ. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിക്കെതിരെ അന്നയുടെ അമ്മ അയച്ച കത്ത് ചർച്ചയാകുന്നു. ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നു. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഷിരൂരിൽ അല്പസമയത്തിനകം എത്തും. കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗത്തിന് ശേഷം തുടർ നടപടികൾ. അരിയിൽ ഷുക്കൂർ കൊലക്കേസിൽ CPIM നേതാക്കൾക്ക് തിരിച്ചടി. വി ജയരാജനും TV രാജേഷും വിചാരണ നേരിടണം. വിടുതൽ ഹർജികൾ CBI കോടതി തള്ളി. ഇരുവർക്കുമെതിരെ ചുമത്തിയത് ഗൂഢാലോചന കുറ്റം. ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച CPI. അജിത് കുമാർ ഇടതു നിലപാടിന് കളങ്കമെന്ന് CPI നേതാവ് പ്രകാശ് ബാബുവിന്റെ ലേഖനം. ജനയുഗത്തിലേത് CPIയുടെ പ്രഖ്യാപിത നിലപാടെന്നും വിശദീകരണം. അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ട എന്ന് വിജിലൻസ്. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് മികച്ച സ്കോർ. ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എന്ന നിലയിൽ. രവിചന്ദ്ര അശ്വിന് സെഞ്ചുറി. ബംഗ്ലാദേശിനായി 4 വിക്കറ്റ് വീഴ്ത്തി ഹസൻ മഹ്മൂദ്. ഇന്നത്തെ ഒന്നാമത്തെ വാർത്ത ആരംഭിക്കുന്നത് ജോലിസ്ഥേ അമിത ജോലിഭാരം, അതുമൂലമുണ്ടാകുന്ന സങ്കീർണതകൾ, അതുമൂലമുണ്ടാകുന്ന വിഷാദങ്ങൾ, അതിൻ്റെ പുറത്താണോ ഒരു യുവതിയുടെ മരണമുണ്ടായിരിക്കുന്നത് എന്നുള്ള ചർച്ച ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകമാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോരോ സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലിയുടെ സമ്മർദ്ദം അതിഭീകരം